ഇതില്ലേ, ഇത് നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ് ട്ടോ. എറണാകുളം എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം തന്നെയാണ്. നമ്മൾ ബ്രോഡ്വേയിലേക്ക് ഒരു ചെറിയൊരു പർച്ചേസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോവാണ് ട്ടോ. ഒരു ഈവനിങ് പോകുന്ന സമയത്താണ്. അതായത് നമ്മൾ ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് ബൊക്കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കവർ ചെയ്യാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അത് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് ഓർഡറുകൾ നമുക്കിപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റുകളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പെർഫ്യൂമിൻ്റെ കൂടെ ഫ്ലവർ വെക്കാനും പിന്നെ ചോക്ലേറ്റ്സ് വെക്കാനൊക്കെ നമ്മളോട് ഓരോരുത്തർ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഈവനിങ് ടൈമിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ റോഡിൽ കൂടെ പോകാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ റോഡിൽ കൂടെ പോകാൻ തന്നെ. നമുക്ക് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു റോഡാണ് കേട്ടോ ഇത്. എറണാകുളം ഉള്ളവർക്ക് അറിയാൻ പറ്റും ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും എത്രത്തോളം നല്ല ഭംഗി, നല്ല രസമായിട്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റും എന്നുള്ളത്. കാരണം ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടെയ്നർ റോഡാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇത് തിരക്കില്ല. ഈ സമയത്തൊന്നും അങ്ങനെ തിരക്കുണ്ടാവാറില്ല. ഒരുപാട് ബ്ലോക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. ഞങ്ങളുടെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും കുറച്ച് ദൂരം ഉണ്ടെങ്കിലും, ഈ റോട്ടിലൂടെ പോകുമ്പോൾ കുറച്ച് ദൂരം ഉണ്ടെങ്കിലും നമുക്ക് ഓടിച്ചങ്ങോട്ട് ബ്ലോക്കില്ലാണ്ട് ഓടിച്ച് പോകാൻ പറ്റിയതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോട്ടിൽ കൂടെ പോകാനൊരു ഇഷ്ടമുണ്ടാവും. പക്ഷേ ഇതിലും വേഗത്തിലെത്തുന്ന വേറെ റോഡുണ്ട് കളമശ്ശേരി ഇടപ്പള്ളി വഴി പോകുമ്പോഴത്തേക്കും. പക്ഷേ അത് ഭയങ്കര ബ്ലോക്കായിരിക്കും. നമ്മൾ ഒരുപാട് നേരം കിടക്കേണ്ടി വരും, ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ബ്രോഡ്വേയിലേക്ക് സമയത്തിന് എത്താൻ പറ്റില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ അത് മാത്രമല്ല, ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. ബ്ലോക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓടിച്ച് പോകാൻ നല്ല രസമായിരിക്കും. മിക്ക ആൾക്കാരും ഈ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഈ കായലിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് ഫോട്ടോയൊക്കെ എടുത്ത്, ചെറിയ ചെറിയ ഐസ്ക്രീം കടകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും അല്ല, ചില സ്ഥലത്ത് മാത്രം അവിടേക്ക് നിർത്തി ജസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോകാറുണ്ട് കേട്ടോ. നമ്മളങ്ങനെ വിചാരിക്കും അവിടെ അവരൊക്കെ നിർത്തണ പോലെ, എപ്പോഴും പോകുമ്പോൾ വിചാരിക്കും ഇതുപോലെ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് ജസ്റ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോകണമെന്ന്. പക്ഷേ നമ്മൾ വൈകിട്ടുള്ള സമയത്ത് നമ്മൾ പോകുന്നത്, അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഷോപ്പെല്ലാം അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്രയും പോയത് വെറുതെ ആവില്ലെന്ന് വിചാരിച്ച് നമ്മൾ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വേഗം പോവുക ചെയ്യാറ് കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പോൾ രാത്രിയാവും. അപ്പോൾ പിന്നെ നമ്മുടെ ഈ അസ്തമയം കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റാറില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വേഗം പോയിട്ട് പോരുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ വൈകിട്ട് ബ്രോഡ്വേയിലേക്ക് പോകാമെന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് ബ്രോഡ്വേയിൽ തിരക്ക് കുറവുള്ള സമയമായിരിക്കും. രാവിലെ ഒരുപാട് ഭയങ്കര തിരക്കായിരിക്കും. കാരണം എല്ലാ ഷോപ്പുകളിൽ നിന്നും ആ സമയത്തായിരിക്കും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞത്. ഉച്ച കഴിയുമ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ കുറയും. ഇനിയിപ്പോൾ ഉച്ച കഴിയുമ്പോൾ തിരക്ക് കൂടും. കാരണം ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും അവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു നൈറ്റ് പോകുന്ന ഒരു സന്ധ്യ സമയത്തൊക്കെ പോകുന്നതായിരിക്കും കൂടുതൽ രസം കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ ആ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ഓരോ ഷോപ്പും അലങ്കരിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൽ ഒരുപാട് ഫ്ലവറും എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും ക്രിസ്മസ് ആ ടൈമിലൊക്കെ ആ സ്ഥലത്ത് പോകാനായിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഈ ക്രിസ്മസ് സമയത്തൊക്കെ ഞാൻ പോയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അത് നമുക്ക് നേരിട്ട് കാണുന്ന ഒരു ഭംഗി ഒരു വേറെ തന്നെയാണ്. പിന്നെ നമ്മുടെ ബ്രോഡ്വേ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി തുടങ്ങിയ ബ്ലോക്കായിരിക്കും കേട്ടോ. ഈ ഒരു പാലം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ പാലത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് ഈ സമയത്ത് ബ്ലോക്കില്ല. എനിക്ക് സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂൾ ടൈമല്ല, ആ സമയമൊക്കെ ആയതുകൊണ്ടിട്ട് അത്ര ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ച്. അങ്ങനെ എറണാകുളം തന്നെയുള്ളവരൊക്കെ ഷോപ്പിൽ വരുന്നുണ്ട്, വന്ന് പർച്ചേസ് ചെയ്ത് പോയി. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഭാഗത്തുള്ളവർ, പിന്നെ കൊല്ലത്തുള്ളവർ വന്ന്, പക്ഷെ അവരുടെ വൈഫ് ഹൗസൊക്കെ ഇവിടെ ആയതുകൊണ്ടിട്ട് ഇവിടെ നിൽക്കാൻ വന്നപ്പോഴത്തേക്കും അങ്ങനെ അവരും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയും എറണാകുളം തന്നെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് പോയിട്ടാണ്. ഇനിയിപ്പോൾ കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തുള്ള അവിടെ ആ ഭാഗങ്ങളിൽ നിന്നും ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലക്ഷദ്വീപിലേക്കാണെങ്കിലും ഗുജറാത്തിലേക്കാണെങ്കിലും ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഓർഡറും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ബ്രോഡ്വേയിലേക്ക് കയറിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. ആ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ടിട്ട് നല്ല രസമായിരുന്നു ശരിക്കും ആ ഒരു സമയത്ത് കേട്ടോ.
രാവിലെ ഞാൻ പർച്ചേസിന് വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഭയങ്കര തിരക്കുമായിരിക്കും, ഭയങ്കര വെയിലും ആയിരിക്കും കേട്ടോ. ഞാൻ ആ സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും നല്ല വെയിലും ചൂടും ഒക്കെ കൊണ്ടിട്ട് തിരക്കും എല്ലാം കൊണ്ടിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ തന്നെ നമുക്ക് തീർത്തും പറ്റാറില്ല. ഓരോ ഷോപ്പുകളിലൊന്നും കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ടയേർഡാവണമായിരിക്കും. ആ സമയം വൈകിട്ട് വന്നാലും നമുക്ക് എത്ര ഷോപ്പുകളിൽ വേണമെങ്കിലും കയറി ഇറങ്ങി പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം ടയേർഡൊക്കെ കുറവായിരിക്കും, ടയേർഡാവില്ല. പിന്നെ വൈകിട്ട് വന്നാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതേ കണ്ടില്ല, ആ ഷോപ്പൊക്കെ അടച്ചിട്ടേക്കണം. ചില ഷോപ്പുകളൊക്കെ 7 മണിക്കുള്ളിൽ തന്നെ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഷോപ്പുകളിലൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഇതേപോലെ എല്ലാ മിക്കതും ഒരുപാട് ഐറ്റംസ് എല്ലാ കടകളിലുള്ള ഐറ്റംസൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള കുറേ ഷോപ്പുകളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടാവും. ചിലത് 8:30 വരെയൊക്കെ ഉണ്ടാവാറുണ്ട്, ചിലത് 9 മണി വരെ ഉണ്ടാവും, ചിലത് 7 മണിക്ക് അടയ്ക്കും. അങ്ങനെയാണ് ട്ടോ. അങ്ങനെ നമ്മളുടെ എല്ലാ വീഡിയോസൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് മാത്രം ഒന്ന് ഓടിച്ചിട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളെല്ലാ പർച്ചേസും കഴിഞ്ഞ് ലാസ്റ്റ് തിരിച്ചു പോരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. റോട്ടിലൊന്നും ലൈറ്റില്ല, ഇപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. കുറച്ചൊക്കെ പേടിയാവും രാത്രി പോകാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.